ഹായ് ഫ്രണ്ട്സ്, ഇന്നത്തെ കഥയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് തന്നെ എൻ്റെ ചാനൽ ആരെങ്കിലും ഫസ്റ്റ് തന്നെ കാണുകയാണെങ്കിൽ ഫസ്റ്റ് തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് കാണാം. ആദർശിനോടും നയനയോടുമായിട്ട് ഡോക്ടർ പറയാണ്, എന്തായാലും ഈ കാര്യം മൂർത്തി സാറിനോട് പറയണ്ട. സാറിനെ ഇപ്പോൾ ICUന്ന് റൂമിലേക്ക് മാറ്റിയിട്ടേ ഉള്ളൂ. നയന ചോദിക്കുകയാണ്, അതായത് ഞങ്ങൾക്കൊന്ന് അവളെ കാണാൻ പറ്റുമോ ഡോക്ടർ? കുറച്ച് കഴിയട്ടെ, നിങ്ങൾ വെയിറ്റ് ചെയ്യൂ. അപ്പോൾ ആദർശ് ഡോക്ടറിൻ്റെ അടുത്ത് പറയാണ്, അവിടെ താലികെട്ട് കഴിഞ്ഞതേ ഉള്ളൂ. എന്നാൽ പിന്നെ ഇയാൾ ഇവിടെ നിൽക്കട്ടെ, അനിയൻ്റെ കല്യാണമല്ലേ, ആദർശ് പോയിക്കോളൂ. അപ്പോൾ ആദർശ് പറയാണ്, അത് സാറില്ല, ഞങ്ങൾ ഒന്നിച്ചു പോയിക്കോളാം. എന്തായാലും അവരുടെ കണ്ടീഷൻ കൃത്യമായിട്ട് അറിഞ്ഞിട്ടേ ഞാൻ പോകുന്നുള്ളൂ. ശരി, എങ്കിൽ നിങ്ങൾ വെയിറ്റ് ചെയ്യൂ. നയന വിഷമത്തോടെ വിളിക്കുകയാണ്, ആദർശ് ഏട്ടാ. അപ്പോൾ ആദർശ്, വിഷമിക്കണ്ട, അവൾക്ക് ഒന്നും സംഭവിക്കില്ല. ഇനി എന്തായാലും നന്ദുവിനെ ശ്രദ്ധിക്കാൻ നിൻ്റെ അച്ഛനോടും അമ്മയോടും പറയണം. അനിയെ ഇഷ്ടപ്പെട്ടതിൻ്റെ പേരിൽ ഒരുപാട് അവളെ വഴക്ക് പറയുകയും തല്ലുകയും ഒക്കെ ചെയ്തതല്ലേ, അതിനി വേണ്ടാന്ന് പറയണം. അവളുടെ മനസ്സ് ആകെ വേദനിച്ചിരിക്കുന്ന സമയം. ഇനി നമ്മളായിട്ട് അവളെ കുത്തി നോവിക്കരുത്. അതുപോലെ തന്നെ അനിയോട് ഈ വിവരം പറയണ്ട. ഇപ്പം തോന്നുന്നുണ്ടോ നന്ദുവിനെയും അനിയെയും ഒന്നിപ്പിച്ചാൽ മതിയായിരുന്നു എന്ന്? ആദർശ് പറയാണ്, അതായിരുന്നു ശരിയായ ബന്ധം. ദൈവമായിരിക്കും അവരെ കൂട്ടിമുട്ടിപ്പിച്ചത്. പക്ഷേ അവരെ കൂട്ടിച്ചേർക്കേണ്ടവർ അത് ചെയ്തില്ല. സാരമില്ല, അതിന് എന്തെങ്കിലും ഒരു പരിഹാരം ദൈവം തന്നെ കാണും. ഇനി എന്തായാലും അവളുടെ കാര്യത്തിൽ എൻ്റെ ഒരു പ്രത്യേക ശ്രദ്ധയുണ്ടാവും. അവൾക്ക് നല്ലൊരു ലൈഫ് ഉണ്ടാക്കി കൊടുക്കേണ്ടത് ഇനി എൻ്റെയും നിൻ്റെയും കടമയാണ്. അവളിനി പെട്ടെന്ന് മറ്റൊരു വിവാഹത്തെക്കുറിച്ച് ചിന്തിക്കില്ല. അത് കേട്ട ആദർശ് പറയാണ്, പക്ഷേ നന്ദുവിനെ പെട്ടെന്ന് തന്നെ എൻഗേജ്ഡ് ആക്കണം. മറ്റൊന്നിനെക്കുറിച്ചും ആലോചിക്കാനുള്ള സമയം കൊടുക്കരുത്. വീട്ടിനകത്ത് കഥകടച്ച് ഒറ്റയ്ക്കിരിക്കുമ്പോഴാണ് ഇങ്ങനത്തെ ചിന്തകളൊക്കെ ഉണ്ടാകുന്നത്. വിവാഹ മണ്ഡപത്തിൽ താലികെട്ടൽ ചടങ്ങൊക്കെ കഴിഞ്ഞ് അവർ ചുറ്റുകയാണ്. അപ്പോഴും അനി ശ്രദ്ധിക്കുകയാണ്. ചുറ്റും നന്ദുവിനെ തിരയുകയാണ് അനിയുടെ കണ്ണുകൾ. അപ്പോഴേക്കും ചുറ്റിത്തിരുന്നതിന് മുമ്പേ തന്നെ അവളുടെ അനാമികയുടെ താലി പൊട്ടി താഴെ വീണു. അയ്യോ, എൻ്റെ താലി! അപ്പോഴേക്കും എല്ലാവരും ശ്രദ്ധിക്കുകയാണ്. എല്ലാവരും പറയാണ്, അയ്യോ താലി വീണല്ലോ. മുത്തശ്ശൻ്റെ ആ പൂജാരിയും ശ്രദ്ധിക്കുകയാണ്, അയ്യോ എന്ന് പറഞ്ഞ്. അപ്പോൾ ദേവയാനി പറയാണ്, അത് മുറുക്കിയല്ലേ കെട്ടിയത് ജലജ, അവസാനം അവൾ മുറുക്കിയത് ആ നയനയല്ലേ അത്. അപ്പോൾ ചിലപ്പോൾ കെട്ടഴിച്ചു വെച്ച് കാണും. ഇതൊന്നുകൂടി കെട്ടിക്കൊടുക്കും മോനെ, കുഴപ്പമൊന്നുമില്ല, നീ ഒന്നുകൂടി കെട്ടിക്കൊടുക്ക്. രണ്ടാമത് കെട്ടിക്കൊടുക്കുന്ന കണ്ടിട്ട് വേണു ചിരിക്കുകയാണ്. അപ്പോൾ അവളുടെ അമ്മ പറയാണ്, കുഴപ്പമൊന്നുമില്ല മോളെ. ദേവയാനി പറയാണ്, അതെ, ഇതിലൊന്നും വലിയ കാര്യമൊന്നുമില്ല. നവ്യ പറയാണ് കനകയോട്, കെട്ടിയ താലി താഴെ വീണല്ലോ അമ്മേ. അത് മനസ്സോടെയല്ലല്ലോ അനി താലി കെട്ടിക്കൊടുത്തത്, അതുകൊണ്ടാവാം അങ്ങനെ സംഭവിച്ചത്. അപ്പോഴാണ് ജലജ പറയുന്നത്, അവളെ താലിച്ചരടിൻ്റെ കെട്ടും ലൂസാക്കിയിട്ട് ആദർശിനെ കൂട്ടി എങ്ങോട്ടാണ് പോയത്? പിന്നെ കാണിക്കുന്നത് ഹോസ്പിറ്റലാണ്, ആദർശിനെയും നയനയും. അപ്പോൾ നയന പറയാണ്, എൻ്റെ അച്ഛനും അമ്മയ്ക്കും ഇപ്പോൾ നല്ല സമയമെല്ലാം തോന്നുന്നു ആദർശേട്ടാ. അവരെ ഒന്ന് സന്തോഷിപ്പിക്കാൻ മക്കൾക്ക് കഴിയുന്നില്ല. അറിഞ്ഞോ അറിയാതെയോ അവരെ ഏതു നേരവും ഞങ്ങൾ വേദനിപ്പിക്കുക. എന്നിട്ടും പാവം അച്ഛൻ പറയുന്നുണ്ട്, എൻ്റെയും എൻ്റെ ചേച്ചിയുടെയും അവസ്ഥ കണ്ടിട്ട് ഭർത്താവിൻ്റെ കുടുംബത്തിൽ എന്തെങ്കിലും കുഴപ്പമുണ്ടെങ്കിൽ ധൈര്യത്തോടെ അവരുടെ അടുത്തേക്ക് തിരിച്ചു ചെല്ലാൻ അച്ഛൻ നോക്കിക്കോളാന്നാണ് പറയുന്നത്. എങ്കിലും ഞങ്ങൾ ഒരിക്കലും തിരിച്ചു ചെല്ലരുത് എന്ന് അച്ഛനൊരു പ്രാർത്ഥന എന്തായാലും കാണും. കാരണം അച്ഛനറിയാം അച്ഛൻ്റെ രോഗത്തെപ്പറ്റി. ആദർശം അറിയാം, അങ്ങനെ തിരിച്ചു പോകേണ്ട ഒരു സാഹചര്യം ഇപ്പം ഇല്ലല്ലോ. ഇളയമയും കൂടി എതിർചേരിയിൽ ആയതോടെ വല്ലാത്തൊരു മനപ്രയാസ ആദർശേട്ടാ. ഞാനില്ലേ നിൻ്റെ കൂടെ, ആദർശ് പറയാം. നിനക്കൊപ്പോൾ ഞാൻ നിന്നാ പോരെ? എന്നും എനിക്കൊപ്പം നിൽക്കുമോ? എന്താ സംശയം? ഞാനിപ്പോൾ നിന്നെ എവിടെയെങ്കിലും കുറ്റപ്പെടുത്താറുണ്ടോ? പിന്നെ അമ്മയുടെ മുമ്പിൽ ഒരു അഡ്ജസ്റ്റ്മെൻറ്റ്. അമ്മയുടെ മുമ്പിൽ വെച്ച് ഞാൻ നിന്നെ എന്തെങ്കിലും പറഞ്ഞാൽ നീ അത് കേട്ട് കാര്യമാക്കരുത്. ആദർശിൻ്റെ കയ്യിൽ കയറി പിടിച്ചിട്ട് അവൾ പറയാണ്, ആദർശേട്ടൻ കൂടെയുണ്ടെങ്കിൽ പിന്നെ എനിക്കൊന്നും പേടിക്കാനില്ല. ഞാനിനി എന്നും കൂടെ കാണും, നിൻ്റെ മാത്രമല്ല നിൻ്റെയും നിൻ്റെ കുടുംബത്തിൻ്റെയും. പിന്നെ ഞാൻ പറഞ്ഞല്ലോ, ഇനി നന്ദുവിൻ്റെ കാര്യത്തിൽ പ്രത്യേക ഒരു ശ്രദ്ധ ഉണ്ടാവും. ഞാൻ അവൻ്റെ പെരടിയിൽ തലയാഴ്ച കരയുകയാണ്, നീ കരയാതിരിക്കേ. പിന്നെ ആദർശ് പറയാണ്, എനിക്ക് അനിയുടെ കാര്യം ഓർത്തിട്ടാ. താലി കെട്ടുന്ന സമയത്ത് പോലും അവൻ്റെ മുഖത്തൊരു തെളിച്ചമുണ്ടായിരുന്നില്ല. അവൻ നോക്കിക്കൊണ്ടിരുന്നത് നന്ദുവിനെയാണ് എന്നുള്ള കാര്യം എനിക്ക് ഉറപ്പാണ്. ഞാനും അത് ശ്രദ്ധിച്ചിരുന്നു. അനി ഇടയ്ക്കിടയ്ക്ക് നോക്കുന്നുണ്ടായിരുന്നു ആൾക്കൂട്ടത്തിൻ്റെ ഇടയിൽ നന്ദു ഉണ്ടായിരുന്നോ എന്ന്. അവൻ ഒരിക്കലെങ്കിലും ഈ കാര്യം എൻ്റെ അടുത്ത് പറഞ്ഞിരുന്നെങ്കിൽ ഇന്ന് ഇഷ്ടപ്പെട്ട പെൺകുട്ടിയെ അവന് കിട്ടിയേനെ. നന്ദുവിനും ഈ അവസ്ഥയൊന്നും വരില്ലായിരുന്നു. അനാമികയെയും അനിയെയും നിർത്തി പല വിധത്തിലുള്ള ഫോട്ടോസൊക്കെ എടുക്കുകയാണ്.
ദേവയാനിയോട് അനിയുടെ അമ്മ പറയാണ് ജാനകി, ഓരോരുത്തരും പ്രാർത്ഥനയൊക്കെ ആയിട്ട് നിൽക്കല്ലേ, പിന്നെ എങ്ങനെയാ താലി ബലപ്പെടുന്നത്? അപ്പം ദേവയാനി, അതിലൊന്നും ഒരു കാര്യമില്ല ജാനകി. താലി നന്നായിട്ട് കെട്ടി മുറുക്കിക്കൊണ്ടാണല്ലോ ചിലരൊക്കെ വീട്ടിലേക്ക് വന്നത്. എന്നിട്ട് എന്തായി? അപ്പം ജലജ ഇവിടെ താലിയുടെ കെട്ട് അഴിച്ചു വിട്ടതാ, എന്നിട്ട് അവർ മുങ്ങുകയും ചെയ്തു. അപ്പം നവ്യ പറയാണ് അവൾക്ക് അതിൻ്റെ ആവശ്യമൊന്നുമില്ല. ദേവയാനി, അതേപറ്റി കുറച്ച് സംസാരിക്കാനുണ്ട്, ഇപ്പോൾ അതിന് പറ്റിയ സമയമല്ല. ഏട്ടത്തി കെട്ട് മുറുക്കിയായി മതിയായിരുന്നു, എന്തിനാ അവളെ കൊണ്ട് ചെയ്യിച്ചത്? ദേവയാനി പറയാണ് അവൾ ഇങ്ങനെ ഒരു ചതി ചെയ്യുമെന്ന് കരുതിയില്ല. അപ്പോൾ കനക പറയാണ് നയനമോള് മനഃപൂർവ്വം അങ്ങനെയൊന്നും ചെയ്യത്തില്ല. അവരോട് ദേവയാനി പറയണം നിങ്ങൾ മിണ്ടരുത്, അല്ലെങ്കിൽ എനിക്ക് ഈ ആൾക്കൂട്ടത്തിന് മുന്നിൽ വെച്ച് തന്നെ ചിലതൊക്കെ പറയേണ്ടി വരും. അമ്മ വാ, അല്ലെങ്കിൽ നമുക്കും ചിലതൊക്കെ പറയേണ്ടി വരും. നീ എന്ത് പറയാനാടി? അപ്പോൾ നവ്യ, ദേ മനസ്സറിവില്ലാത്ത കാര്യങ്ങൾ പറഞ്ഞാൽ ചിലപ്പോൾ അതിന് പ്രതികരിച്ചെന്ന് വരും. അമ്മ വാ. ദേവയാനി, ഇവൾക്ക് മറ്റവളേക്കാൾ കൂടുതൽ എല്ല് കൂടുതലാണല്ലോ. ഇവളിങ്ങനെ സംസാരിക്കത്തേ ഉള്ളൂ ഏട്ടത്തി, മറ്റവൾക്ക് സംസാരമല്ല പ്രവൃത്തിയേ ഉള്ളൂ. ജാനകി പറയാ ആൾക്കാരെ സ്നേഹിച്ചു കൊല്ലുന്നതാ അവളുടെ ഒരു രീതി. അപ്പോൾ സ്വാമി മുത്തശ്ശിയുടെ അടുത്ത് പോയിരിക്കുകയാണ്. അപ്പോൾ മുത്തശ്ശി പറയാണ് സ്വാമി, ഞാൻ അങ്ങോട്ട് വന്ന് കാണാനിരിക്കുകയായിരുന്നു. വരൂ. ഞാൻ അന്ന് പറഞ്ഞത് സീരിയസ് ആയി എടുത്തില്ല അല്ലേ? അയ്യോ, അതിന് പരിഹാരം ചെയ്തു. വാഴക്കല്യാണം നടത്തിയിരുന്നു. പൂജാരി പറഞ്ഞിട്ട് അങ്ങനെ ചെയ്തേ. പയ്യന് ജാതകപ്രകാരം 2 കല്യാണമുണ്ട്. വാഴക്കല്യാണം നടത്തിയാൽ ആ ദോഷം മാറുവടോ? അങ്ങനെ ചെയ്യാറുണ്ട് എന്നറിയാൻ തിരുമേനി. അങ്ങനെ ഒരു പരിഹാരം ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ അപ്പോഴേ പറയുമായിരുന്നു. ഇവിടെ നിമിത്തം താൻ ശ്രദ്ധിച്ചിരുന്നോ? സാധാരണ പെൺകുട്ടികൾ വീട്ടിനകത്ത് വിളക്കുമായി കയറുമ്പോൾ വിളക്ക് അണയുന്നതാ അശുഭമായിട്ട് കാണുന്നത്. ഇങ്ങനെ താലിയൊന്നും അഴിഞ്ഞു വീഴാറില്ല. ഇവിടെ അതും സംഭവിച്ചിരിക്കുന്നു. അപ്പം മുത്തശ്ശി, എന്തെങ്കിലും പരിഹാരമുണ്ടോ സ്വാമി? ഫലമുള്ള പരിഹാരം ചെയ്യണം, അല്ലാത്തവ ചെയ്തിട്ട് യാതൊരു കാര്യവും ഇല്ല. മൂർത്തി സാറിനോട് അമ്മ കാര്യം പറഞ്ഞില്ലായിരുന്നോ? അദ്ദേഹത്തിന് സുഖമില്ലാത്തത് കൊണ്ട് ഞാൻ ഒന്നും പറഞ്ഞില്ല. അതാ കുഴപ്പമായത്. സാധാരണ സാറാ ഇത്തരം കാര്യങ്ങൾ സംസാരിക്കാൻ എൻ്റെ അടുത്ത് വരാറുള്ളത്. ഇവിടെ അമ്മ മാത്രമാണ് വന്നത്. പിന്നെ കാര്യങ്ങൾ ഇത്രത്തോളം എത്തിയതുകൊണ്ട് അമ്മ തൽക്കാല ആശ്വാസത്തിനൊരു പരിഹാരം ചെയ്ത് ഈ കല്യാണം നടത്തി. ഇനിയിപ്പോൾ അവരുടെ ജീവിതം നന്നായി പോകണമെന്ന് പ്രാർത്ഥിക്കാം. അതും പറഞ്ഞ് അവർ പോയി. അപ്പോൾ ജാനകി അവിടെ വന്നിട്ട് ചോദിക്കുകയാണ്, അദ്ദേഹം എന്താ അമ്മേ പറഞ്ഞത്? 2 കല്യാണം എനിക്കുണ്ടെന്ന് അദ്ദേഹം നേരത്തെ പറഞ്ഞല്ലോ. ഇപ്പോഴും അത് തന്നെയാണ് പറയുന്നത്. അതൊന്നും വെറുതെ കേട്ട് വിശ്വസിക്കല്ലേ അമ്മേ. അതുപോലെ അനിയോട് ഇതൊന്നും പറയുകയും ചെയ്യരുത്. എന്തെങ്കിലും ദോഷമുണ്ടെങ്കിൽ അതൊക്കെ നമുക്ക് പരിഹരിക്കാൻ നോക്കാം. അപ്പോൾ മുത്തശ്ശി പറയാണ് അദ്ദേഹം പറഞ്ഞാൽ തെറ്റില്ല. അപ്പോൾ തിരുമേനി പറയാണ് അത് ശരിയാ. അപ്പോൾ ജാനകി, അത് ശരിയാണെങ്കിൽ പിന്നെ തിരുമേനി എന്തിനാ വാഴക്കല്യാണം നടത്താൻ വേണ്ടി പറഞ്ഞത്? അത് പിന്നെ എന്തെങ്കിലും പരിഹാരം ഉണ്ടോ എന്ന് അമ്മ ചോദിച്ചപ്പോൾ എനിക്ക് അറിയാവുന്ന പരിഹാരമാണ് ഞാൻ പറഞ്ഞത്. ഇന്ന് താലി താഴെ പോയത് ഒരുത്തി കാരണം. അവളത് മനഃപൂർവ്വം ചെയ്തതാ. അപ്പോൾ ദേവയാനി വന്നിട്ട് ചോദിക്കുകയാണ് എന്താ? അല്ല, പുരോഹിതൻ പറയുന്നുണ്ടല്ലോ 2 വിവാഹമുണ്ടെന്ന്. പുരോഹിതൻ തന്നെയല്ലേ പറഞ്ഞത് ദേവയാനി? ആദർശം ഞാനും തമ്മിലുള്ള വിവാഹം കഴിഞ്ഞ് നമ്മുടെ കുടുംബത്തിന് നല്ല ഐശ്വര്യം കൊണ്ടുവരുമെന്നും പൂജാരിയല്ലേ പറഞ്ഞേ. എന്നിട്ടിപ്പോൾ എന്തായി? അതുകൊണ്ടെന്താ കുഴപ്പം? നല്ലൊരു ഭാര്യയല്ലേ അവന് കിട്ടിയത്, മുത്തശ്ശി പറയാ. അപ്പോൾ ദേവയാനി, അങ്ങനെ ഒരു അഭിപ്രായം ഞങ്ങൾക്കില്ല. പുരോഹിതൻ്റെ നാവ് സത്യമുള്ള നാവായിരുന്നു. പക്ഷേ പ്രായം ചെന്നപ്പോൾ അത് പിഴച്ചു തുടങ്ങി. അത് കേട്ട് ജാനകിയും പറയാണ് ഞാനും അങ്ങനെ തന്നെയാണ് കരുതിയിരിക്കുന്നത്. അനി അവിടെ നിന്നിടത്ത് നിന്ന് വലിഞ്ഞു നോക്കുകയാണ്. എന്നിട്ട് മനസ്സിൽ ചിന്തിക്കുകയാണ്, ഇതുവരെ അവളെ ഒന്ന് കണ്ടില്ലല്ലോ, അവൾ എങ്ങോട്ട് പോയതാ? പൂജാരി പറയാ എന്നാ പിന്നെ ഞാനങ്ങോട്ട്. ജലജ, അല്ല, ആദർശം നയനയും എങ്ങോട്ടാ പോയത് ജാനകി? താലി താഴെ വീഴും എന്ന് ഉറപ്പാക്കിയിട്ട് അവൾ അവനെ വിളിച്ചുകൊണ്ട് പോയിരിക്കുക. അപ്പം മുത്തശ്ശി, വെറുതെ ആൾക്കാരെ തമ്മിൽ തല്ലിക്കല്ലേ ജാനകി. സംഭവിക്കാനുള്ളത് സംഭവിച്ചു, ഇനി അതിനെപ്പറ്റിയൊരു സംസാരം വേണ്ട. അപ്പോൾ ദേവയാനി പറയാണ് വാ, നമുക്ക് അവരുടെ കൂടെ പോയിട്ട് ഫോട്ടോ എടുക്കാം. അവർ 3 പേരും പോയി ഫോട്ടോസ് എടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അടുത്ത കാണിക്കുന്നത് കനകയും നവ്യയും അവരുടെ അച്ഛനും ഒക്കെ റൂമിൽ വന്നിട്ടാണുള്ളത്. അച്ഛൻ പറയാണ് നന്ദുവിനെക്കുറിച്ച് ഒരു വിവരവും ഇല്ല. അതിനിടയിൽ ആദർശം നയനയും ഇവിടെ നിന്ന് പോയിരിക്കുന്നത്. എന്താ സംഭവിക്കുന്നത് എന്ന് അറിയില്ലല്ലോ. ഞാൻ ഒരുപാട് തവണ നന്ദുവിനെ വിളിച്ചു, പക്ഷേ കിട്ടുന്നില്ല. അപ്പം അച്ഛൻ പറയാണ് വിഘ്നേഷും രാജേഷും ഒക്കെ എവിടെ? അവർ ചിലപ്പോൾ സദ്യ കഴിക്കായിരിക്കും ഗോവിന്ദേട്ടാ. പാവം നന്ദു ആകെ കൂടി ഭ്രാന്തി പിടിച്ച് നടക്കുകയായിരുന്നു.
ആയിക്കോട്ടെ, താലികെട്ട് കഴിഞ്ഞതിന് ശേഷം നയനയും ആദർശും എങ്ങോട്ടാ പോയത്? താലി താഴെ വീണതിപ്പോൾ നയനയുടെ കുറ്റമായിട്ടാണ് എല്ലാവരും പറയുന്നത്. അതിൻ്റെ കൂടെ അവർ മാറി നിൽക്കുമ്പോൾ ഈ കല്യാണത്തിന് താല്പര്യമില്ലാതെയാണ് മാറി നിൽക്കുന്നതെന്ന് എല്ലാവരും കരുതൂലേ? ആദർശേട്ടനെയും നയനയും കൊണ്ടാണ് ഇപ്പോൾ ഈ കല്യാണം നടക്കുന്നത്. എല്ലാ കാര്യവും നമുക്കറിയാം, പക്ഷേ നയനയെ പ്രതിയാക്കുന്നവർ അത് മനസ്സിലാക്കുന്നില്ലല്ലോ. അപ്പോഴാണ് കനക പറയുന്നത്, എന്തായാലും ഞാൻ നയനമോളെ ഒന്ന് വിളിച്ചു നോക്കട്ടെ. എന്തോ കുഴപ്പമുണ്ട്, അതാണ് എടുക്കാത്തത്. അല്ലെങ്കിൽ അനിയൻ്റെ കല്യാണ സമയത്ത് ചേട്ടൻ മാറി നിൽക്കുമോ? കനകയും പറയാണ്, റിങ് ചെയ്യുന്നുണ്ട് പക്ഷേ എടുക്കുന്നില്ല. പ്രത്യേകിച്ചും ആദർശ് അങ്ങനെ മാറി നിൽക്കുമോ? അല്ല ഗോവിന്ദേട്ട, സദ്യ കഴിക്കാൻ നമുക്ക് നിൽക്കണോ? അപ്പോൾ ഗോവിന്ദേട്ടൻ പറയാണ്, കഴിക്കാതെ പോകുന്നത് മോശമല്ലേ? നവ്യയും പറയാണ്, അച്ഛനും അമ്മയും എന്തിനാ കഴിക്കാതിരിക്കുന്നേ? നിങ്ങളെക്കാൾ തെറ്റ് ചെയ്ത കൂട്ടത്തിലാണ് ഞാൻ. നവ്യ പറയാ. എന്നിട്ട് എനിക്കാരെയും ഒരു പേടിയില്ലല്ലോ. പിന്നെ നിങ്ങളൊക്കെ എന്തിനാ ഭയക്കുന്നത്? നമ്മളിങ്ങനെ ഒതുങ്ങിക്കൂടി നിൽക്കുന്നത് കൊണ്ടാണ് മറ്റുള്ളവർ തോളേക്ക് കയറാൻ നോക്കുന്നത്. അർഹതയില്ലാത്ത ബന്ധങ്ങൾ തുന്നിച്ചേർത്താൽ അത് കുഴപ്പമാ മോളെ, അച്ഛൻ പറയാം. അവിടെ നമുക്ക് പലരുടെയും മുമ്പിൽ തലകൊമ്പിട്ട് നിൽക്കേണ്ടി വരും. അങ്ങനെ ഫോട്ടോഗ്രാഫർ ഓരോരോ ഫാമിലിനെ വെച്ച് ഫോട്ടോ എടുക്കുകയാണ്. അപ്പോഴാണ് അനാമികയുടെ അച്ഛൻ പറയുന്നത്, ആദർശ് എവിടെ പോയി? അറിയില്ല. അവള് മുഹൂർത്ത സമയത്ത് തന്നെ വന്ന് വിളിച്ചുകൊണ്ട് പോകുന്നതുണ്ടായിരുന്നു. അനന്തപുരിയിലെ മൂത്ത മരുമക്കളും അവരുടെ ബന്ധുക്കളൊന്നും ഫോട്ടോയ്ക്ക് മുന്നിൽ വന്ന് നിന്നില്ലല്ലോ. അനാമികയുടെ അമ്മയാണ് പറഞ്ഞത്. അപ്പോൾ അനിയുടെ അമ്മ പറയാണ്, ഇതൊന്നും കാണാനുള്ള മാനസികാവസ്ഥയൊന്നും അവർക്കുണ്ടാവില്ല. വെച്ചാൽ വളഞ്ഞ വഴിയിൽ കൂടിയല്ലേ അവരൊക്കെ വന്നത്. അത് കേട്ട് ജലജ, അതെ അതെ, നമ്മൾ രണ്ട് അമ്മായിയമ്മമാർക്കും ചതി പറ്റി. ആദ്യമായിട്ടാ എല്ലാം തികഞ്ഞൊരു മരുമകൾ കുടുംബത്തിലേക്ക് വരാൻ പോകുന്നത്. അത് കേട്ട് അനാമികയുടെ അച്ഛനും അമ്മയ്ക്കും സന്തോഷമായി. എങ്കിലും ആൽബം കാണുമ്പോൾ എല്ലാവരും ചോദിക്കുമല്ലോ, ആദർശും വൈഫും എവിടെ പോയി എന്ന്. അവരുടെ ബന്ധുക്കളെക്കുറിച്ചും ചോദിക്കും. അതുകൊണ്ട് ഞാൻ അന്വേഷിച്ചെന്നേ ഉള്ളൂ. അത് കേട്ട് ദേവയാനി പറയാ, അവർ ആൽബത്തിൽ ഇല്ലാത്തതാ വേണു നല്ലത്. ലജ, അവരൊന്നും ഇല്ലെങ്കിലെന്താ, ഞങ്ങളൊക്കെ നിറഞ്ഞു നിൽക്കുകയല്ലേ. അപ്പോഴാണ് അനി വന്നിട്ട് പറയുന്നത്, അല്ല ആദർശേട്ടനും ഏട്ടത്തിയും ഒരു കാരണമില്ലാതെ ഇങ്ങനെ മാറി നിൽക്കില്ലല്ലോ. ലജ, അതിൻ്റെ കാരണമായി പറഞ്ഞത്, അവർക്ക് ഇതൊന്നും കാണാനുള്ള ശക്തിയില്ലാന്ന്. നയനയുടെ കൂടെ കൂടി ആദർശം മാറിപ്പോയി. എൻ്റെ മോനെ ഒരു മാറ്റവും ഇല്ല ജലജെ. എന്തെങ്കിലും കള്ളം പറഞ്ഞ് അവൾ അവനെയും കൂടി കൊണ്ട് പോയതായിരിക്കും. അത് കേട്ട് അനിയുടെ അമ്മ പറയാണ്, അങ്ങനെ വരാനേ വഴിയുള്ളൂ. ജലജ, എന്ന് വെച്ചാൽ താലി താഴെ വീഴും എന്ന് അവർക്ക് മുൻകൂട്ടി അറിയാം. അതുകൊണ്ടാ ആദർശമായിട്ട് അവൾ പോയത്. ഞങ്ങൾക്ക് എല്ലാവർക്കും ചേർന്നുള്ളൊരു ഫോട്ടോ എടുക്കാം, വാ എല്ലാവരും വാ. അമ്മയുടെ അച്ഛനാണ് പറഞ്ഞത്. അപ്പോൾ ജാനകി പറയാണ്, ഏട്ടത്തി ഒന്ന് വന്നേ എന്ന് പറഞ്ഞിട്ട് ദേവയാനിയെ അവിടെ നിന്ന് കൂട്ടിക്കൊണ്ട് പോവാണ്. ആ പുരോഹിതൻ പറയുന്നതൊക്കെ വലിക്കാറുണ്ട്. അയാൾ അച്ഛൻ്റെ അടുത്ത സുഹൃത്താണ്. ഇപ്പോൾ ആദർശം നയനയും കൂടി അയാളെ ബ്രെയിൻ വാഷ് ചെയ്തിട്ടുണ്ടോ എന്ന് എനിക്കിപ്പോൾ സംശയമുണ്ട്. അതെന്താ ജാനകി നീ അങ്ങനെ പറഞ്ഞേ? അല്ലെങ്കിൽ അദ്ദേഹം ഇപ്പോൾ ഇവിടെ വന്ന് ഈ വിവാഹം നടത്തിയത് ശരിയല്ലെന്ന് പറയുമോ? എന്ത് പറഞ്ഞാലും കല്യാണം നടന്നല്ലോ ജാനകി. പിന്നെ ആരെന്ത് പറഞ്ഞാലെന്താ? ജലജെ, ഇവൾക്ക് പുരോഹിതൻ പറയുന്നത് കേട്ടിട്ട് പേടിയായി. ഈ കുട്ടികൾ തമ്മിൽ വേർപിരിയുമെന്ന്. ജലജ പറയാ, അയ്യോ ആ പുരോഹിതന് വയസ്സായി, അയാളുടെ തലച്ചോറൊക്കെ മരവിച്ച് കിടക്കായിരിക്കും. ഇനി അയാൾ പറയുന്നത് വിശ്വസിക്കല്ലേ. അതിൻ്റെ ഇടയ്ക്ക് വാഴക്കല്യാണം ഉൾപ്പെടെ എന്തെല്ലാം കോപ്രായങ്ങളാണ് കാട്ടിക്കൂട്ടിയത്. അതൊക്കെ നയന പറഞ്ഞ് ചെയ്യിപ്പിച്ചതാ. അതിൻ്റെ ഒന്നും ആവശ്യമില്ലായിരുന്നു. ജാനകി, നീ ഇനി ഇതൊന്നും മനസ്സിൽ വെച്ചിട്ട് ആ കൊച്ചിനെ വിഷമിപ്പിക്കരുത്. എൻ്റെ ഏട്ടത്തി, ഞാൻ എൻ്റെ മരുമോളെ മോളായിട്ട് ഏറ്റെടുത്ത് കഴിഞ്ഞു. ഇത്തരം കാര്യങ്ങൾ പറഞ്ഞ് അവളെ വേദനിപ്പിക്കരുത് എന്ന് ഏട്ടത്തിൻ്റെ മരുമോളോടൊന്ന് പറയണം. അത് കേട്ട് ദേവയാനി ഒന്ന് ഷോക്കടിച്ചതുപോലെയായി. അവൾക്കും അവളുടെ വീട്ടുകാർക്കുവാ ഈ ബന്ധം സഹിക്കാൻ പറ്റാത്തത്. ആദർശിൻ്റെ അച്ഛൻ പറയാണ്, ആദർശിന് ഇപ്പം തന്നെ ജോലിഭാരം ഒരുപാട് കൂടുതലാണ്. ഞാനും അജയനും ഒക്കെ സഹായത്തിനുണ്ടെങ്കിലും അവനാ എല്ലായിടത്തും ഓടി നടക്കുന്നത്. അതുകൊണ്ടാ ഇത്ര പെട്ടെന്ന് ഏട്ടൻ അനിയനെ 3 ബ്രാഞ്ച് ഏൽപ്പിക്കുന്നത്. പിന്നെ അഭിയുടെ കാര്യം അറിയാലോ, അവനെ കൊണ്ട് ഒന്നും നടക്കില്ല. ജേട്ടാ, ആദർശ് എങ്ങോട്ടാ പോയത്? ദേവയാനി ചോദിക്കുക. നയനയുമായിട്ട് എങ്ങോട്ടോ പോയതാ. ഞാനവനെ വിളിച്ചിരുന്നു, പക്ഷേ എങ്ങോട്ടാ പോയത് എന്ന് പറഞ്ഞില്ല. ഉടനെ വരും എന്ന് മാത്രം പറഞ്ഞു. ജേട്ടാ, ഈ സമയത്താണോ അവൻ അവളെയും കൊണ്ട് ചുറ്റാൻ പോകുന്നത്? ചുറ്റാനൊന്നുമല്ല, ഇനി ചിലപ്പോൾ ഹോസ്പിറ്റലിലേക്ക് പോയതാണോ എന്നും അറിയില്ല. ഇന്ന് കല്യാണം ആയതുകൊണ്ട് അച്ഛൻ്റെ അരികിലേക്ക് പോയിരിക്കുന്നത് അബിയല്ലേ. പിന്നെന്തിനാ അവർ പോയത്? അവർ വന്നാലേ അതൊക്കെ അറിയാൻ പറ്റൂ. ഞാനൊന്ന് വിളിച്ചു നോക്കട്ടെ. ദേവയാനി ഫോൺ ഓഫാക്കി വെച്ചിരിക്കുക. എന്തായാലും അവൾ കൊള്ളാം, സമയത്ത് അവനെയും കൊണ്ട് പോയിക്കളഞ്ഞല്ലോ. എന്തിനും ഏതിനും നീ വെറുതെ നയനമോളെ കുറ്റപ്പെടുത്തരുത്. ഇന്ന് അനിയുടെ കല്യാണമാണെന്ന് ആദർശിന് അറിയാലോ. അപ്പോൾ പിന്നെ നയനെ വിളിച്ചാൽ അവൻ പോകേണ്ട കാര്യമുണ്ടോ? അങ്ങനെ അവർ രണ്ടുപേരും പോയിട്ടുണ്ടെങ്കിൽ അതിന് തക്കതായ കാരണവും ഉണ്ടാവും.
എന്ത് കാരണാ ചേട്ടാ? അവൾക്ക് ഇതൊന്നും സഹിക്കുന്നില്ല. എൻ്റെ ചേട്ടാ, നിങ്ങൾക്കൊക്കെ അറിയാലോ എൻ്റെ മോൻ്റെ കല്യാണത്തിന് ഇവിടെ എന്തൊക്കെയാ നടന്നതെന്ന്. മുഖം മറച്ചാ അവൾ മരുമകൾ ആയത്. അതൊക്കെ നാട്ടിൽ മുഴുവൻ പാട്ടാ. ഇനി അതൊന്നും നീ വിളിച്ചു പറയേണ്ട ആവശ്യമില്ല. അല്ല, അങ്ങനെ വന്നവൾക്കും അവളുടെ ചേച്ചിക്കും ഇങ്ങനെയുള്ള ഈ ചടങ്ങുകളൊന്നും കാണാനുള്ള ചങ്കുറപ്പുണ്ടാവില്ല. അതുകൊണ്ടാ താലി കെട്ട് കഴിഞ്ഞപ്പോൾ തന്നെ ഭർത്താവിനെ വിളിച്ചുകൊണ്ട് അവൾ പോയത്. അത് മാത്രമാണോ അനി നല്ലതുപോലെ അനാമികയ്ക്ക് താലി കെട്ടിയത്? അത് മുറുക്കാനെന്ന് പറഞ്ഞ് അവൾ കയറി ചെന്നു. എന്നിട്ട് സംഭവിച്ചതോ? താലി താഴെ വീണോ? അതും നീ നയനയുടെ തലയിൽ കെട്ടിവെക്കാണോ? അവൾ അതല്ല അതിനപ്പുറവും ചെയ്യും. അത്രയ്ക്ക് ദൂഷിച്ച മനസ്സാ അവളുടേത്. പുതുപ്പെണ്ണ് വീട്ടിലേക്ക് വരുന്നതിന് മുമ്പ് പ്രശ്നങ്ങളാണല്ലോ ജയ. മുഖം മറച്ചു വന്ന മരുമകളെ ഇതുവരെ അംഗീകരിക്കാൻ എൻ്റെ ഭാര്യയ്ക്ക് പറ്റിയിട്ടില്ല. പക്ഷേ ഇന്നത്തെ കാലത്ത് ഇതുപോലൊരു മരുമകളെ കിട്ടാൻ പുണ്യം ചെയ്യണം. ഈ ജനറേഷനിൽ ഇതുപോലുള്ളവർ അപൂർവ. അതെൻ്റെ ഭാര്യ എന്ന് പറയുന്നവൾക്ക് ഇതുവരെ മനസ്സിലായിട്ടില്ല. മനസ്സിലാവണമെങ്കിൽ അവൾ എന്നെങ്കിലും കിടപ്പിലാവണം. ഇന്നത്തെ കാലത്ത് അച്ഛനമ്മമാർ കിടപ്പിലാവുമ്പോൾ മക്കൾക്ക് പോലും അവർ അധികപ്പറ്റാം. ആ സമയത്താ മക്കൾ തമ്മിൽ യുദ്ധം തുടങ്ങുന്നത്. എന്നാൽ അങ്ങനെ ഒരു മനസ്സിൻ്റെ ഉടമയല്ല എൻ്റെ മരുമകൾ. ആദർശിൻ്റെ അച്ഛൻ പറയാണ്, ഉള്ളത് പറഞ്ഞാൽ നാനമോള് എൻ്റെ അഭിമാനം. അതേ സ്ഥാനത്ത് മരുമകൾ ഒരു അപമാനമാണെന്ന് പറഞ്ഞു നടക്കുന്നവളാണ് എൻ്റെ ഭാര്യ. ഒന്നാമത്തെ അവളുടെ മനസ്സിൻ്റെ വൈകല്യ. എല്ലാം ശരിയാവുക ചെയ്യാ, വിഷമിക്കണ്ട. അപ്പോൾ പിന്നെ ഓക്കെ, ശരി. ആ സമയത്തും അനിയുടെ കണ്ണുകൾ പരതുകയാണ് നന്ദുവിനെ. നന്ദു ആണെങ്കിലോ ഹോസ്പിറ്റലിലുള്ളത്. നന്ദുവിന് ശരിക്കും ബോധമൊന്നും വേണ്ടിയില്ല. അങ്ങനെയാണ് ഇന്നത്തെ ഭാഗം അവസാനിക്കുന്നത്. അപ്പോൾ പുതിയ ഭാഗവും പുതിയ വിശേഷവുമായിട്ട് എന്നെ വീണ്ടും കാണാം. അപ്പോൾ ഇതുവരെയും സബ്സ്ക്രൈബും ലൈക്കും ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ എൻ്റെ വീഡിയോക്ക് സബ്സ്ക്രൈബും ലൈക്കും ഒക്കെ ചെയ്തിട്ട് കാണുക. അപ്പോൾ ഞാൻ പുതിയ വീഡിയോയുമായിട്ട് വരുന്നവരേക്കും ബൈ ബൈ.